കാലാവസ്ഥയിൽ വന്ന മാറ്റം അത് അതിനനുസരിതമായിട്ട് നമ്മുടെ ജീവിതശൈലിയും ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അതിന് ആരോഗ്യകരമായ നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യാഘാതം പോലെ, സൂര്യാതപം പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ നിർജ്ജലീകരണം ഉണ്ടായിട്ട് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും. അപ്പൊ ഇത് അതിനുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ചൂട് ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്ത്, അതായത് രാവിലെ ഒരു 11 മണി മുതൽ വൈകുന്നേരം ഒരു 3-4 മണി വരെയുള്ള സമയത്ത് കഴിയുന്നതും വെയിൽ ഏൽക്കാത്ത രീതിയിൽ ഉള്ള രീതിയിൽ പുറത്ത് വെയിൽ ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. അത്തരം പുറത്തുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അത് ഈ സമയത്തിന് മുൻപും ശേഷവുമായിട്ട് ക്രമീകരിക്കുക, രാവിലെയും വൈകുന്നേരവുമായിട്ട് ക്രമീകരിക്കുക. അതുപോലെ പുറത്തിറങ്ങുന്നവരാണെങ്കിലും വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നവരാണെങ്കിലും ഒക്കെ തന്നെ നിർജ്ജലീകരണം തടയാനായിട്ട് തുടർച്ചയായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. അത് വെയിൽ നേരിട്ട് ഏൽക്കുന്ന അവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ നിർജ്ജലീകരണം തടയാനായിട്ട് തുടർച്ചയായിട്ട് വെള്ളം പാനം ചെയ്യേണ്ടതുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ശുദ്ധജലമായിരിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം, അതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മോര് വെള്ളം, അതുപോലെ പഴച്ചാറുകളും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് കടകളിൽ നിന്നും മറ്റും അത്യുഷ്ണം സഹിക്കാൻ വയ്യാതെയും നിർജ്ജലീകരണത്തിന് തടയാനായിട്ടും നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിർജ്ജലീകരണം തടയാനായിട്ട് കഴിക്കുന്നത് അവസാനം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനും പാടില്ല. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുക. അതുപോലെ വസ്ത്രം കഴിയുന്നതും പരുത്തി വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ കൂടുതൽ കറുത്ത നിറം ഒന്നും അല്ലാതെ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൂട് കൂടുതൽ ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള ഒഴിവാക്കാനായിട്ട്. പ്രത്യേകിച്ച് പിന്നെ കുട്ടികളും പ്രായമായവരും അതുപോലെ മറ്റു ഗുരുതര രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ, ഇവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട്. അത്തരം അത് കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും അവരിപ്പം ദാഹമുണ്ടെന്ന് പറയണമെന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം പാനം കുടിക്കണം എന്നുള്ളത് അവരുടെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. നിർജ്ജലീകരണം വരികയാണെങ്കിൽ പലപ്പോഴും അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ഹൃദയമിടിപ്പ് കൂടുകയും തളർന്നു വീഴുകയും വിയർപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. ചിലപ്പം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ തളർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെള്ളം തുടർച്ചയായിട്ട് കുടിക്കുക, ശുദ്ധജലം തുടർച്ചയായിട്ട് കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, നിർജ്ജലീകരണം തടയുകയും ചെയ്യുക. ഇതാണ് ഈ അവസ്ഥയിൽ നമുക്ക് അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വേഗം തൊട്ടടുത്ത ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. അതുപോലെ പല ആളുകൾക്കും പ്രധാനമായിട്ടും ഇപ്പോഴിത് അംഗൻവാടി അധ്യാപികയ്ക്ക് അടക്കം സൂര്യതാപം ഏൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ മനസ്സിലാകുന്നില്ല ഇതൊരു അല്ലെങ്കിൽ വെയിലത്ത് നിന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുന്നതാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ അവർ പറയുന്നുണ്ട് ദേഹത്തൊക്കെ പൊള്ളൽ അനുഭവപ്പെട്ടതുപോലെ തോന്നി, അങ്ങനെ ചെന്നപ്പോഴാണ് ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പല ആളുകൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ദേഹം പൊള്ളുമ്പോൾ ഈ പുറത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ വെയിലേറ്റിട്ടാണ് മുതലായ കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാകാതെ പോകുന്നവരും ഉണ്ട്. അത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പ്രകടമായ ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ തളർച്ചയും പെട്ടെന്ന് തളർന്നു വീഴുന്ന ഉണ്ടാകും. അത് ചിലപ്പം മരണകാരണം വരെ ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് വെയിൽ നേരിട്ട് ഏൽക്കാത്ത രീതിയിലുള്ള മുൻകരുതൽ പരമാവധി സ്വീകരിക്കുക. കുട ഉള്ളവര് കുട ഉപയോഗിക്കുക, പകൽ ഇറങ്ങേണ്ടി വരുന്നവര്, അല്ലെങ്കിൽ സൺ ഹാറ്റ്, വെയിൽ മറയ്ക്കുന്ന രീതിയിലുള്ള ഹാറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഇക്കാര്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും ഇത് നമുക്കിപ്പോൾ കേരളം മുഴുവൻ ഈ ഒരു അവസ്ഥയുണ്ട്, ചൂട് കൂടുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമല്ല. അതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാലാവസ്ഥയിൽ. പ്രത്യേകിച്ച് ഇനി അടുത്തൊരു ഏതാണ്ട് ഒരു മാസത്തോളം ഇതിങ്ങനെ തുടരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.